തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ. ഈ 2 ചിത്രത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. പടത്തിന് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടെന്ന്. ആ ഒരു ഗ്യാരണ്ടിക്കപ്പുറം നിന്ന് നല്ലവണ്ണം അടിപൊളിയായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ് പ്രേമലു. ഒരു പ്രണയകഥയാണ്. പക്ഷേ പ്രണയകഥയാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ആക്ച്വലി ഓരോ കഥാപാത്രങ്ങളും അതുപോലെ തന്നെ ഓരോ സീക്വൻസുകളും വളരെ അതിമനോഹരമായിട്ട് ഗിരീഷ് ഏടി ഇതിൻ്റെ അകത്ത് പകർത്തിയിട്ടുണ്ട്. അപ്പോൾ കരയുന്ന ആൾക്കാർക്ക്, ഹിറ്റാവുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്ന ആൾക്കാർക്ക്, പ്രേക്ഷകർക്ക് വേണ്ട സാധനം കൊടുത്താൽ പ്രേക്ഷകർ തിയേറ്ററിനകത്ത് വന്ന് ഇടിച്ച് കുത്തി കാണും എന്നതിനുള്ള ഉദാഹരണമായിരിക്കും പ്രേമലു. കാരണം ഇന്നലെ ഞാൻ പോയ ഷോ രാത്രിയായിരുന്നു. ആ ഷോ ഫുള്ളായിരുന്നു. സെക്കൻഡ് ഷോ ഫുള്ളായിരുന്നു. അതുപോലെ അത്യാവശ്യം ആൾക്കാരെല്ലാം കൈയടിക്കുന്ന ഒരു മൊമെൻറ്റും ഞാൻ ഈ സിനിമയിൽ കണ്ടു. കാരണം ഒരുപാട് സിനിമയ്ക്ക് ശേഷമാണ് അങ്ങനെ ഒരു മൊമെൻറ്റ് കാണുന്നത്, കൈയടിച്ച് ചിരിക്കുന്ന ഒരു മൊമെൻറ്റ് കാണുന്നത്. ജെക്ക് ശേഷം ഇത്രയും ആൾക്കാർ എൻഗേജ്ഡ് ആയിട്ട് തിയേറ്ററിൽ നിന്ന് കൈയടിച്ച് കാണുന്ന ഒരു സിനിമ കുറേ നാളിന് ശേഷം കാണുന്നതിൽ, മലയാള സിനിമയിൽ കുറേ നാളിന് ശേഷം കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ കൊടുത്ത പൈസ മുതലായി എന്ന് ഒരു പ്രേക്ഷകന് തോന്നിക്കുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. അടിപൊളിയായിരുന്നു. കോമഡി, എല്ലാ കോമഡിയും അടിപൊളി കോമഡിയായിരുന്നു, വർക്കായിരുന്നു. പ്രത്യേകിച്ച് JK, ജസ്റ്റ് ഫോർ കിഡി, ആ ഒരു ക്യാരക്ടർ ചെയ്ത ആ പുള്ളിക്കാരനും അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ നായികയുടെ കൂട്ടുകാരി, അതുപോലെ തന്നെ നെസ്ലിൻ, എല്ലാവരും, ആരെയും നമുക്കൊന്നും പറയാനില്ല. നായകൻ്റെ സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ അതെല്ലാം പൊളിച്ചടുക്കി. അപ്പോൾ സംഭവം നടക്കുന്ന ഹൈദരാബാദിലാണ്. ഒരു പ്രണയകഥയാണ്, ജസ്റ്റ് ഒന്നുമില്ല, ഒരു പ്രണയകഥയാണ്. പക്ഷേ നമുക്കത് അടിപൊളിയായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ മലയാള സിനിമയിൽ ഇനിയും വരണം. ഇങ്ങനെയുള്ള സിനിമ വന്നാൽ മാത്രമേ ഈ ഒരു കരച്ചിലിനൊരു അന്ത്യം ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെയുള്ള നല്ല നല്ല ഡയറക്ടർമാർ നല്ല നല്ല സിനിമകൾ എടുക്കുക. മലയാള സിനിമയെ നമുക്ക് അന്യഭാഷാ സിനിമകളോട് കിടപിടിക്കുന്ന രീതിയിൽ അടിപൊളിയാക്കാം. സോ ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾ ഈ ഒരു പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഒരു ചെറിയ പടമാണെങ്കിലും നമ്മുടെ പൈസ മാക്സിമം വർത്താവുന്ന ഒരു സിനിമ. സോ താങ്ക് യു. സീ യു സൂൺ.